ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാണാം, സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. ആ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് എങ്ങനെ നേടാം എന്നുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷാ തീയതി ഓൾറെഡി വന്നു കഴിഞ്ഞു. മെയ് മാസം 17-ാം തീയതിയാണ് നമുക്ക് പരീക്ഷ വരുന്നത്. ഒറ്റ പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷയെ തീവ്രമായി ആഗ്രഹിക്കുന്ന നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കാണാം, മൊഡ്യൂൾ 1 എന്ന് പറയുന്ന അബ്കാരി ആക്ട് 1 ഓഫ് 1077 എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള 4 മാർക്കിന്റെ ടോപ്പിക്കാണ് അല്ലേ. 4 മാർക്കിന്റെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 4 മാർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം പോലീസ്, സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്, WCP ഒക്കെ വരുന്ന. ആ ഒരു പരീക്ഷയ്ക്ക് 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ BNS 100-ൽ പരം സെക്ഷൻസ് പഠിക്കുമ്പോഴാണ് 4 മാർക്ക് കിട്ടുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള ഈ പോർഷൻ പഠിക്കുമ്പോൾ തന്നെ 4 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന കാര്യം, അധികാര പരിധി, നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ ജൂറിസ്ഡിക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, ലിക്കറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ഇവിടെ വരുന്ന അതോറിറ്റി ടു എംപവർ സെയിൽ ലിക്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ലിക്കർ എന്താണ്, അവിടെ ബിയർ വരുന്നുണ്ട്, വൈന് വരുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ കള്ളിനെ പറ്റി പറയുന്നുണ്ട്, കള്ള് ചെത്താനുള്ള ലൈസൻസിനെ പറ്റി പറയുന്നുണ്ട്, ആർക്ക് ലൈസൻസ് ആവശ്യമില്ല, ലൈസൻസ് ഉള്ള ആളിന് വിൽക്കണമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ്, വെയർ ഹൗസ്, ബ്ലെൻഡിങ്, കോമ്പൗണ്ടിങ് പോലുള്ള വാക്കുകൾ വിത്ത് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏതൊക്കെയാണ് ഡ്രൈ ഡേയ്സ്, നിങ്ങൾക്കറിയാം എല്ലാ മാസവും 1-ാം തീയതി അല്ലേ, നിങ്ങൾക്കറിയാം എല്ലാ മാസം 1-ാം തീയതി ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മരണം, ദുഃഖവെള്ളി, പിന്നെ ഈ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ജനനം മരണം, പിന്നെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ളത്, പിന്നെ എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും. നിങ്ങൾക്ക് ഇതൊക്കെ വ്യക്തമാണ്. പിന്നെ ഒന്നുകൂടെയുണ്ട്, ഇലക്ഷന്റെ 48 മണിക്കൂർ മുൻപ്. ഇത്രയും എന്താണ് നമ്മുടെ ഡ്രൈ ഡേയ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എക്സൈസ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു പോർഷനാണത്. പിന്നെ പൊസഷൻ ലിമിറ്റ്സ് ഓഫ് ലിക്കർ, പിന്നെ മാനുഫാക്ചർ, ഇതെല്ലാം ഇത്രയും മാത്രം പഠിക്കും. പിന്നെ അബ്കാരി ഓഫീസറിന്റെ എന്താണ് അയാളുടെ ചുമതലകൾ, പിന്നെ വരുന്ന 8-ന്റെ ഈ പറഞ്ഞ സെക്ഷൻസ് എല്ലാം ഇത്രയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് ഈസിലി കിട്ടും. കാരണം ഇനി ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി ആകെ വിരലെണ്ണാവുന്നതെന്ന് പറയാൻ സാധിക്കില്ല, ഒരു മാസത്തിൽ കൂടുതൽ അത്രേ ഉള്ളൂ. പക്ഷേ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അവർ ചിന്തിക്കും, ഇത് എവിടെ നിന്ന് പഠിക്കും, എങ്ങനെ പഠിക്കും. സാരമില്ല, പരിഹാരമുണ്ട്, പറഞ്ഞുതരാം. നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് NDPS ആക്ട് പഠിക്കേണ്ട 2 മാർക്ക് പഠിക്കുമ്പോൾ 2 മാർക്ക് ഇത്രയും ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. CPOയ്ക്കും NDPS പഠിക്കാനുണ്ട്, പക്ഷെ അത് വെവ്വേറെ സെക്ഷനാണ്. പക്ഷെ ഇതിനകത്ത് എന്താണ്, കുറച്ച് ഡ്രഗ്സിനെ പറ്റി, മരിവാനെ പറ്റി, മരിവാന എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കഞ്ചാവാണ് ഉദ്ദേശിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ചെടി ഉപയോഗിച്ചുള്ള പണിഷ്മെന്റ്, എല്ലാ കാര്യങ്ങളും. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാവാൻ പോകുന്ന നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ നിയമം പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 3 മാർക്കിനുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഏതൊക്കെ സ്ട്രെങ്ത്തിലാണ് ആൽക്കഹോൾ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോറിൻ ലിക്കർ റൂൾസ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ ലിക്കർ റൂൾ, അതായത് ബിയറിന്റെ സ്ട്രെങ്ത് എത്ര, ലിക്കറിന്റെ സ്ട്രെങ്ത്, അത് ഏത് സ്റ്റേറ്റിലായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ സാധിക്കും. 3 മാർക്ക്, ഇത്രയും പഠിക്കുമ്പോൾ തന്നെ 3 മാർക്ക്, കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് 3 മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. കോട്ട്പ ആക്ട് ഒന്നുമില്ല, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ എവിടെയൊക്കെയാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ബോർഡുകൾ വരുന്നത് അല്ലെ, എവിടെയൊക്കെയാണ് ബോർഡുകൾ. പണ്ട് നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ 2016 കാലഘട്ടത്തൊക്കെ, അന്വേഷണം പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല, നമ്മളൊരു NH വഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾ വഴിവക്കിൽ കാണുന്ന കട സുധാകരൻ സ്റ്റോർസ്, അതിന്റെ മുകളിൽ എന്താണ്, സിസർ ഫിൽട്ടർ അല്ലെങ്കിൽ ഗോൾഡ് ഫ്ലേക്ക് എന്നൊക്കെ കാണും. ഇപ്പൊ അതൊന്നും വെച്ചുകൂടാ, നിരോധിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രൊമോഷൻസ് അല്ലേ, വിൽസ് കപ്പ്, വിൽസ് സിഗർട്ടാണ്, വിൽസുമായിട്ട് ബന്ധപ്പെട്ട ടൂർണമെന്റുകൾ നടത്തുമായിരുന്നു. ഇന്ന് ആ ടൂർണമെന്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എവിടെ വന്നിട്ടുണ്ട്, ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെ പറ്റി പഠിക്കുക. സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്, പുകയിപ്പിടിപ്പത് പുற்றுനോയി ഉണ്ടാക്കും, മട്ടുമുയിറെ കൊല്ലും. ഈ സാധനമെല്ലാം നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ സ്ഥിരം കേൾക്കുന്നതാണ്. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, മധുവരുന്നുകൾ ഉടൽ നനത്തുക്ക് കേടുവരുത്തൽ വരും. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൻ്റെയൊക്കെ
ദുരുപയോഗം അല്ല സോറി ഈ പറയുന്ന പോലെ നമ്മൾ ഉപയോഗിച്ച് നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ പിന്നെ സിനിമയിൽ ഒരു സീനിൽ ഒരു ക്യാരക്ടർ മദ്യപിക്കുമ്പോൾ തൊട്ടു താഴെ എഴുതി വെച്ചിരിക്കും മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം, അതിന്റെ റേഷ്യോ എത്രയാണ്. പിന്നെ ഒരു കടയിൽ ചെല്ലുമ്പോൾ എത്ര വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കാണ് മദ്യം വിൽക്കാൻ സാധിക്കുക, എത്ര ലിറ്റർ മദ്യമാണ് കയ്യിൽ വെച്ചിരിക്കാൻ സാധിക്കുക, ഇതെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നു. കോട്ട് ആക്ട് വരുമ്പോഴത്തേക്കും എത്ര വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് മാത്രം, എത്ര വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ പുകയില കൊടുക്കാൻ പാടുള്ളൂ, പിന്നെ ഒരു സ്കൂളിന്റെ ചുറ്റുപാട് എത്ര സ്ഥലത്തായിരിക്കണം ഇത് വരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് സാധിക്കും. നോക്കി വെച്ചിരിക്കുക. ശരി, അവസാനത്തെ മോഡ്യൂളായിട്ടുള്ള ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോൾ അല്ലെ, മദ്യപാനത്തിനെതിരെ വിമുക്തി മിഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെയാണ് പഠിക്കാനുള്ളത്. പിന്നെ യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന 2017 ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കാൻ സാധിക്കും. പിന്നെ ഡി അഡിക്ഷൻ സെന്ററുകളെ പറ്റി അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ ചില വിഷമദ്യ ദുരന്തങ്ങളെ പറ്റി, നമ്മളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ്, മറ്റൊന്നിനല്ല, പേടിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്ത് വരുന്നത്. പിന്നെ ഇത്രയും കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 മാർക്കുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് IT ആക്ട്. പക്ഷെ ഇത്രയും സെക്ഷൻസ് പഠിക്കണം. ഇവിടെ നിങ്ങൾക്ക് ആകെ വേറൊരു സെക്ഷൻ 78 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആഡ് ആയിട്ടുണ്ട്. 78 എന്നുള്ള സെക്ഷൻ വേറൊന്നുമില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, IO അല്ല IO, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. 43, 65, 66, 66 ABCD പിന്നെ 66 ഇല്ല, 66 2015 ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് പ്രകാരം എന്ത് ചെയ്തു, നിരോധിച്ചു. ആ സെക്ഷൻ എടുത്തു കളഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഉണ്ടായിരുന്നു. ഓർത്ത് വെച്ചിരിക്കാം. CPO ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് 2 മാർക്കിന്റെ പോർഷൻ ആണെങ്കിലും CPOയ്ക്കുണ്ട്, സിവിൽ എക്സൈസ് ഓഫീസറിനുണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനുണ്ട്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനുണ്ട്, എക്സൈസിന്, എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു 2 മാർക്ക് IT ആക്ട് പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇത്രയും പഠിക്കുമ്പോൾ ഈസി ആയിട്ട് മിക്കവാറും ഇവിടെ ചോദിക്കുക പോണോഗ്രാഫി, ചൈൽഡ് പോണോഗ്രാഫി, സെൻഡിങ് ഒബ്സീൻ കോണ്ടന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള പഠനം മാത്രമേ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയിൽ വെച്ചിരിക്കുക. കൃത്യമായി ശ്രമിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 20 എന്ത് ചെയ്യാം, നമുക്കൊരു 15+ മാർക്കൊക്കെ എന്ത് ചെയ്യാം ഈ ഒരു മേഖലയിൽ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ നോക്കിയോ, നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഡ് യൂണിഫോം എന്ന് പറയുന്ന ഒരു ബാച്ച് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫോഴ്സ് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകളും അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല, ജനറൽ ടോപ്പിക്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഉള്ള വളരെ എക്സ്റ്റെൻസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ കോഡ് യൂണിഫോം 2025 എന്ന് പറയുന്നത്. അതിനിപ്പോൾ തന്നെ മറ്റ് ബാച്ചുകളായി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോച്ചിങ് മാത്രമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിരന്തരമായിട്ട് നമുക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഒരു ബാച്ച്, ഒരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് വരാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം പറ്റിയുള്ള സമഗ്രമായിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. മടിച്ചു നിൽക്കേണ്ട, ഒട്ടും മടിച്ചു നിൽക്കേണ്ട, ശങ്ക ആശങ്ക ഏതും വേണ്ട, എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് വരിക. കൃത്യമായിട്ട് തന്നെ പഠിച്ച് ആ 20 മാർക്കിന് നേരത്തെ പറഞ്ഞ പോലെ 15+ എന്ത് ചെയ്യുക, അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നും ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പൊ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു പഠനകാലം നേരുന്നു. നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കരുത്. പരീക്ഷകൾ വീണ്ടും 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 പറയുന്ന ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, കട്ട് ഓഫുകളൊക്കെ കൂടി വരുന്ന കാലമാണ്. അവിടെ ലിസ്റ്റുകൾ ചുരുങ്ങുന്ന കാലമാണ്. പഠിച്ചുറപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു ജോലി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് കിട്ടേണ്ടത്, അത് അടിച്ചെടുക്കേണ്ടത് നമ്മുടെ ഒരു ഇതാണ്. എല്ലാവർക്കും നല്ലൊരു പഠനകാലം നേരുന്നു. നന്നായി പഠിക്കുക, ലക്ഷ്യത്തിനായിട്ട് പൊരുതുക. അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ, ബാച്ചുകൾ നിരന്തരം ഇതുപോലുള്ള സെഷൻസിലൂടെയൊക്കെ വീണ്ടും കാണാം. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവരോടും തൽക്കാലം ഞാൻ വിട പറയുന്നു. ബൈ.